പ്രവാസ ലോകത്തിൽ വളരെ ജാഗ്രതയോടെ ആയിരിക്കേണ്ട ചില ദിവസങ്ങളിൽ കൂടിയാണ് പ്രവാസികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഭയമൊട്ടും വേണ്ട, ജാഗ്രത മതി. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ പ്രവാസികൾക്ക് ഇതിനോടകം തന്നെ ലഭ്യമായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. എങ്കിൽ പോലും നിർണായകമായ മറ്റൊരു വിവരവും കൂടി, അതായത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൂടാ എന്നതിനെ കുറിച്ചുള്ള ഒരു നിർദ്ദേശവും കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. നോക്കാം. ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങളുടെയോ ഡ്രോൺ ആക്രമണങ്ങളുടെയോ ചിത്രങ്ങൾ, വീഡിയോകൾ ഇതൊന്നും യാതൊരു കാരണവശാലും സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കരുതെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ കണ്ട ദൃശ്യങ്ങൾ, ഇപ്പോൾ അത്തരത്തിലൊരു ദൃശ്യങ്ങൾ കണ്ടുവെങ്കിൽ തന്നെ അത് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുന്നതോ സ്റ്റാറ്റസായി ഇടുന്നതോ ഗുരുതരമായ കുറ്റകൃത്യമായിട്ടാണ് ഗൾഫ് രാജ്യങ്ങളിലെ അധികൃതർ കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള തെറ്റുകൾ ഈ സമയത്ത് വരുത്താതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഇത്തരം ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത് നിയമലംഘനമായിട്ടാണ് കണക്കാക്കുന്നത്. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർക്ക് വലിയ തുക പിഴയായും ദീർഘകാല തടവ് ശിക്ഷയും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ തന്നെ പ്രവാസികൾ ആയിരിക്കുക. സത്യസന്ധത ഉറപ്പാക്കണം. അതായത് തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ എ ഐയുടെ ഒരു കാലമാണ്. എ ഐ നിർമ്മിത വീഡിയോ ഒക്കെ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയൊക്കെ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സത്യസന്ധത ഉറപ്പാക്കുക. തെറ്റിദ്ധരിപ്പിക്കുന്നതോ ഭീതി പടർത്തുന്നതോ ആയ ഒരു വിവരവും പ്രചരിപ്പിക്കരുത്. അതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രവാസികൾ വളരെയധികം ശ്രദ്ധയോടെ ആയിരിക്കണം. യുദ്ധത്തെക്കുറിച്ചുള്ള ഈ ഊഹാപോഹങ്ങളും ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത വാർത്തകളും വോയിസ് മെസ്സേജുകളായി വാട്സാപ്പ് ഗ്രൂപ്പുകൾ അടക്കം അയക്കരുത്. അത് നിയമവിരുദ്ധമാണ്. പ്രവാസികൾ സൂക്ഷിക്കുക. ഇത്തരം വ്യാജ വാർത്തകൾ ജനങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിക്കും. അറിയാമല്ലോ, ഈ ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ വ്യാജ വാർത്തകൾ വന്നാൽ വലിയ രീതിയിലുള്ള ഒരു ഭയപ്പാടായിരിക്കും ജനങ്ങൾക്ക് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ പൊതുസമാധാനത്തിന് ഭംഗമുണ്ടാക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള വ്യാജ വാർത്തകളൊന്നും പങ്കുവയ്ക്കുകയോ ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുക പ്രവാസികൾ. ഓരോ ഷെയറിനും പിന്നിൽ വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. അത് ഓരോ പ്രവാസിയും ഈ ഘട്ടത്തിൽ തിരിച്ചറിഞ്ഞ് വളരെ പക്വതയോടെ പെരുമാറേണ്ട സമയമാണിത്. മാധ്യമങ്ങളെ വിശ്വസിക്കണം. സംഭവങ്ങളുടെ നിജസ്ഥിതി അറിയാൻ അംഗീകൃത മാധ്യമങ്ങളെയും സർക്കാർ ഏജൻസികളെയും മാത്രം ആശ്രയിക്കുക. ഔദ്യോഗിക വാർത്താ ഏജൻസികൾ പുറത്തുവിടുന്ന വിവരങ്ങൾ മാത്രമേ ആധികാരികമായിട്ടുള്ളൂ. മറ്റ് സോഷ്യൽ മീഡിയയിൽ കൂടെ വരുന്ന വിവരങ്ങൾ അതൊന്നും വിശ്വസിക്കുകയോ അല്ലെങ്കിൽ അതാണ് സത്യമെന്ന് കരുതി പിന്നാലെ പോവുകയോ ചെയ്യാതിരിക്കുക. മാധ്യമങ്ങളുണ്ട് ഇവിടെ നിങ്ങൾക്ക് വാർത്തകൾ നൽകാൻ. തീർച്ചയായിട്ടും യൂട്യൂബ് ഒക്കെ അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ അത്തരത്തിൽ മാധ്യമങ്ങളെ ആശ്രയിക്കുക. ഔദ്യോഗിക വെബ്സൈറ്റുകൾ അതുപോലെ തന്നെ മറ്റ് ബന്ധപ്പെട്ട അധികാരികളുമായി ബന്ധപ്പെടേണ്ട ആവശ്യമുണ്ട്. അവർ വീഡിയോകളും മറ്റും പുറത്തുവിടും. ആരും സ്വയം മാധ്യമ പ്രവർത്തകർ ആകേണ്ടതില്ല ഈ സാഹചര്യത്തിൽ. സോഷ്യൽ മീഡിയയിലെ ബ്രേക്കിംഗ് ന്യൂസുകൾ പലപ്പോഴും വാസ്തവവിരുദ്ധമായിരിക്കും സോഷ്യൽ മീഡിയയിലെ. അപ്പോൾ സുരക്ഷാ ഏജൻസികളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത് എന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. നിയമങ്ങൾ അറിയുക. ഗൾഫ് രാജ്യങ്ങളിലെ സൈബർ നിയമങ്ങൾ അതീവ കർക്കശമാണ്. UAE സൈബർ നിയമപ്രകാരം, അതായത് ഫെഡറൽ ഡിഗ്രി ലോ നമ്പർ 34/2021 വ്യാജ വാർത്തകളും സുരക്ഷയെ ബാധിക്കുന്ന ദൃശ്യങ്ങളും പ്രചരിപ്പിക്കുന്നത് ലക്ഷക്കണക്കിന് ദിർഹം പിഴയും ജയിൽ ശിക്ഷയും കിട്ടാവുന്ന കുറ്റമാണ്. സൗദി അറേബ്യയിലും ഖത്തറിലും സമാനമായ കർശന നിയമങ്ങളുണ്ട്. ഒരു സാധാരണക്കാരൻ പങ്കുവയ്ക്കുന്ന ഒരു ചിത്രം മതിയാകും നിങ്ങളുടെ വിസ റദ്ദാക്കാനോ നാട് കടത്താനോ. അതുകൊണ്ട് നിയമങ്ങൾ കൃത്യമായി പാലിക്കുക. നിങ്ങളുടെയും കുടുംബത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുക. പ്രത്യേകിച്ച് സൗദി, ഖത്തർ, കുവൈറ്റ് ഇവിടെയുള്ളവർക്കൊക്കെ ഇന്ത്യൻ പൗരന്മാർക്ക് എംബസി നിർദ്ദേശം നൽകി ഹെൽപ്പ് ലൈൻ നമ്പറുകളൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ അത് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകും. മേഖലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് സൗദി അറേബ്യയിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി റിയാദിലെ ഇന്ത്യൻ എംബസി. ഫെബ്രുവരി 28 പുറത്തിറക്കിയ പ്രത്യേക അഡ്വൈസറിയിലാണ് എംബസി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സൗദിയിലുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാരും ജാഗ്രത പാലിക്കണം. പ്രാദേശിക അധികൃതരും എംബസി നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. റിയാദിലെ ഇന്ത്യൻ എംബസിയും ജിദ്ദയിലെ കോൺസുലേറ്റ് നിലവിൽ സാധാരണ നിലയിലാണ്. ആവശ്യാനുസരണം പുതുക്കിയ നിർദ്ദേശങ്ങൾ നൽകും. അടിയന്തര സാഹചര്യങ്ങളിൽ ബന്ധപ്പെടാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പറുകൾ എംബസി സജ്ജമാക്കിയിട്ടുണ്ട്. അടിയന്തര നമ്പറുകൾ നോക്കാം. ഫോൺ 009611488467 എന്ന നമ്പർ. മറ്റൊരു വാട്സാപ്പ് മാത്രമുള്ള ഒരു നമ്പറുണ്ട് 00966542126748 എന്ന നമ്പർ. മറ്റൊരു നമ്പർ ടോൾ ഫ്രീ നമ്പറായ 8002471234 ടോൾ ഫ്രീ നമ്പറാണ്. ഇതിലൊക്കെ ബന്ധപ്പെടാവുന്നതാണ് സൗദിയിലുള്ളവർ. cw.riyadh@mea.gov.in പ്രവാസികൾ ഈ ഒരു വെബ്സൈറ്റിലൂടെ ഇത്തരത്തിൽ ഇവിടെ കൂടി വരുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ സൗദിയിലുള്ള പ്രവാസികൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്. മാത്രമല്ല കുവൈറ്റിലുള്ളവർക്കും ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെ എംബസി
അവൈലബിൾ ആക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അത് പ്രവാസികൾക്ക് എല്ലാവർക്കും അത് കിട്ടിയിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുവൈറ്റ് സർക്കാരിന്റെ ഔദ്യോഗിക അറിയിപ്പുകളും വിശ്വാസയോഗ്യമായ വാർത്തകളും ശ്രദ്ധാപൂർവം പിന്തുടരുക. എംബസി പ്രവർത്തനങ്ങൾ പതിവ് പോലെ തുടരും. അനാവശ്യം ആശങ്കകൾക്കും അഭ്യൂഹങ്ങൾക്കും വഴങ്ങരുത്. സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് കഴിവതും ഒഴിവാക്കണം. മാത്രമല്ല, സംശയങ്ങൾക്കും അടിയന്തര ആവശ്യങ്ങൾക്കും കുവൈറ്റിലുള്ള ഇന്ത്യൻ പ്രവാസികൾ മെയിൽ ചെയ്യാം. മെയിൽ ചെയ്യേണ്ട മെയിൽ ID community.kuwait@mea.gov.in എന്ന മെയിൽ ID നിങ്ങൾക്ക് മെയിൽ ചെയ്യാവുന്നതാണ്. മാത്രമല്ല 96555019446 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലോ കുവൈറ്റിലുള്ള പ്രവാസികൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇറാനിലുള്ള ഇന്ത്യൻ എംബസിയുടെ നമ്പർ നോക്കാം. 989128109115 എന്ന നമ്പറാണ്. മറ്റൊരു നമ്പർ 989128109109. ഇസ്രായേലിലുള്ള ഇന്ത്യൻ എംബസിയുടെ നമ്പർ നോക്കാം. 972547520711 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇന്ത്യൻ എംബസിയുടെ നമ്പറാണ്. ഇനി സൗദിയിലുള്ള ഇന്ത്യൻ എംബസിയുടെ നമ്പർ നോക്കാം. 966114884697. മറ്റൊരു നമ്പർ 00966542126748. UAEയിലുള്ള ഇന്ത്യൻ എംബസിയുടെ നമ്പർ നോക്കാം. 80046342. മറ്റൊരു നമ്പർ 971543090571. ഇങ്ങനെയാണ് നമ്പറുകളായിരിക്കുന്നത്. ഇന്ത്യൻ എംബസിയുടെ നമ്പറാണ്. ഇവിടെയുള്ളവർ ഈ ഒരു നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കുവൈറ്റിലുള്ള ഇന്ത്യൻ എംബസിയുടെ നമ്പർ നോക്കാം. 9656550146. ഖത്തറിലുള്ള ഇന്ത്യൻ എംബസിയുടെ നമ്പർ 009745564750 എന്നിങ്ങനെയാണ് നമ്പറുകൾ. ഇന്ത്യൻ എംബസിയുമായി പ്രവാസി മലയാളികൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. മാത്രമല്ല, ജോർദാനിലുള്ള ഇന്ത്യൻ എംബസിയുടെ നമ്പർ 0096770422276. ഈജിപ്തിലുള്ള ഇന്ത്യൻ എംബസിയുടെ നമ്പർ 201211299905. ഇപ്രകാരമാണ് നമ്പറുകളായിരിക്കുന്നത്. ഇന്ത്യൻ എംബസികളുടെ നമ്പറാണ്. ഇപ്പോൾ ഒരു പ്രശ്ന മേഖലയായിരിക്കുന്ന ഇടങ്ങളിലെ നമ്പറാണ്. ഇനി ഒമാനിലെ നമ്പറിലേക്ക് നമ്മൾ പോകുന്നത്. ഒമാനിലുള്ള ഇന്ത്യൻ എംബസിയുടെ നമ്പർ 80071234. മറ്റൊരു നമ്പർ 96898292270. ബഹ്റിനിലുള്ള ഇന്ത്യൻ എംബസിയുടെ നമ്പർ 0097339418071. ഇത്തരത്തിലാണ് ബഹ്റിൻ. അതുപോലെ തന്നെ ഒമാനിലുള്ള നമ്പർ. അപ്പോൾ ഇന്ത്യൻ എംബസിയുടെ നമ്പർ ഈ രാജ്യങ്ങളിൽ ഇപ്പോൾ പ്രശ്നബാധിതമായിരിക്കുന്ന മേഖലകളിലുള്ള ഇന്ത്യൻ എംബസിയുടെ നമ്പറാണ് ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത്. പ്രവാസികളൊക്കെ വളരെ ജാഗ്രതയോടെ സുരക്ഷിതരായിട്ടിരിക്കുക. ഒട്ടും ആശങ്ക വേണ്ട. ഈ നമ്പറുകൾക്ക് ബന്ധപ്പെട്ട് നിങ്ങളുടെ ആശങ്കകളൊക്കെ പരിഹരിക്കാവുന്നതാണ്.